എല്ലാരും ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കാം, പറ്റുന്നവരൊക്കെ ഇരിക്കുക. യെസ്, അപ്പൊ പതിയെ പതിയെ സെറ്റ് ആയിക്കോളും. നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം ക്യാമറ ഓൺ ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ 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 സെറ്റ് ആയി. ഇപ്പോ ഒറ്റ ഗൈഡിന്റെ ഒരു സെഷൻ പോലും ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇരുന്നിട്ട് കാണാറില്ല. ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു വൈബ് കിട്ടുന്നത് പോലെയാണ് ഫീൽ ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും സെറ്റ് ആയിക്കോളും. അപ്പോൾ പറഞ്ഞു വന്നത്, എങ്ങനെയുണ്ട് നിങ്ങളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയോ? ചാറ്റ് ബോക്സിലൊന്ന് വരി. സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ? എങ്ങനെയുണ്ട്? ഇതുവരെയുള്ള പോലെ ആവില്ലല്ലോ, ഇന്നലത്തെ പോലെ ആയിരിക്കില്ല ഇന്ന്. സത്യാണോ അത്? ഇന്നലത്തെ പോലെ തന്നെയാണോ ഇന്നും? അല്ലല്ലോ. കാരണം നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് സത്യം. യെസ്, അപ്പൊ എനിക്ക് പറയാൻ, നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ലൈഫിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ദിശ എങ്ങനെ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകണം, നമ്മുടെ മൈൻഡിനെ കുറിച്ചിട്ടൊന്നും നമ്മൾക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ എന്താ എന്നുള്ള ഒരു തോട്ട് നമുക്ക് കിട്ടുക. ആ ചിന്ത നമുക്ക് വരെ നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കാനും നമ്മൾ തുടങ്ങാം. അവനവനെ അറിഞ്ഞവനെ അവൻ അറിയുന്നാണ്. അപ്പൊ നമ്മൾ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മളെ ആര് മനസ്സിലാക്കും? സൃഷ്ടാവ് മനസ്സിലാക്കും. സൃഷ്ടാവിനെ അറിയണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ മാക്സിമം ക്ലിയർ ആവണം, അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 5 വക്ത് നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പോകുമ്പോ ഇതൊക്കെ എന്ത് കൊണ്ടുപോകാൻ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടാവോ എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നുള്ള തോന്നൽ നമുക്ക് വരാറില്ലേ? ഏ അതെന്തുകൊണ്ടാ വരുന്നത്? അതെന്തുകൊണ്ടാ വരുന്നത്? നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ? നമ്മളിലൊരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാല് നമ്മള് സൃഷ്ടാവ് അറിയാൻ തുടങ്ങും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രതിനിധികളാണ്. അതാണ് ഞാൻ മക്കളുടെ അടുത്തൊക്കെ നിങ്ങൾ എടുത്ത് പറയുന്നത്. മക്കളെ നമ്മൾ നോക്കുമ്പോൾ പാരന്റിങ്ങിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാല് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പാരന്റിങ് നിസ്സാരല്ല. ഒരു കുട്ടീനെ നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. 7 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളാണ് അവരുടെ റോൾ മോഡൽ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ വാച്ച് ചെയ്യാണ്. അത് ചിലപ്പോൾ അവർ അപ്പുറത്തിരുന്ന് കളിക്കായിരിക്കും, പക്ഷെ നമ്മളിലായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവനും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവര് ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം, വേറെ എന്തെങ്കിലും കളിയിലായിരിക്കാം, എങ്കിലും ഉമ്മ അത് ഇത് എന്ന് പറഞ്ഞിട്ട് അവർ വരാറുണ്ടല്ലോ. അവർ മാക്സിമം നമ്മളെ കണ്ട്, നമ്മളാണ് അവരുടെ റോൾ മോഡൽ, കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതന്നെയാണ് നമ്മൾക്കും വന്നിട്ടുള്ള പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ വരുന്നത്. നമുക്കിപ്പോ ഞാൻ ദേഷ്യപ്പെടൂല, ഞാൻ അടി ഉണ്ടാക്കൂല, ഞാൻ കുട്ടികളെ ചീത്ത പറയില്ല, ഒക്കെ നമ്മൾ തീരുമാനം എടുക്കും. നമ്മൾ ഒക്കെ തീരുമാനം എടുത്ത് പോയി കഴിഞ്ഞാലും പലപ്പോഴും ആയിട്ട് നമ്മൾ പോലും അറിയാണ്ട് നമ്മളില്, ഒറ്റ സെക്കൻഡ്, യെസ്, ഓക്കെ, നമ്മൾ പോലും അറിയാണ്ട് നമ്മളിൽ എന്താവുന്നുണ്ട്, പുറത്തേക്ക് വന്നു പോവാറുണ്ട് പലപ്പോഴും ആയിട്ട്, അല്ലേ? ശരിയല്ലേ പറയുന്നത്? നമ്മൾ എത്ര തീരുമാനം എടുത്ത് ഇനി ഒന്നും ചെയ്യാം, അതെന്തുകൊണ്ടാ? നമ്മളെ ഇന്നർ സെൽഫില്, നമ്മളെ ഉള്ളില് അകത്തെ ലോകം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ അകത്തെ ലോകം ക്ലിയർ ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഫുൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കേൾക്കാറുണ്ട്, ഉണ്ടാക്കല. എങ്ങനെയാ ഈ പോസിറ്റീവ് ആയിട്ട് ഇരിക്കലേ? ഏത് സമയത്ത് നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താവാൻ പറ്റില്ല. ദേഷ്യം ഇങ്ങോട്ട് വരുമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റലില്ല, പുറത്തേക്ക് അങ്ങോട്ട് പോവാറുണ്ട്. അപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കലുണ്ടോ പലപ്പോഴും? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് അതിന് പറ്റാത്തത്? നമ്മുടെ അകത്തെ ലോകം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ അകത്തെ ലോകം ക്ലിയർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വരും? എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. 2025 വരുന്നത്. നമ്മൾ 2024 ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന കാര്യങ്ങൾ. പക്ഷെ അതിൽ പല കാര്യങ്ങളും നമുക്ക് നടന്നിട്ടുണ്ടാവില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന് ആക്ഷനൊക്കെ എടുത്തിട്ടുണ്ടാവും, എങ്കിൽ പോലും പലപ്പോഴായിട്ട് നമുക്ക് സ്റ്റെക്ക് ആയി പോയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാ? നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ അകത്തെ ലോകം ക്ലിയർ അല്ല. പല കാര്യങ്ങളും കൊണ്ടും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ്. നമ്മള് കുട്ടിയായിരിക്കുമ്പോൾ മുതലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൈൻഡിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുന്നതൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റോറായി ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മൈൻഡിനെ നമ്മൾ എപ്പം റീപ്രോഗ്രാം ചെയ്യാൻ തയ്യാറാവുന്നോ അതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരിക. അതിനാണ് പറയുന്നത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് നമ്മൾ നന്നായിട്ട് പഠിക്കണം, മൈൻഡിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണം. അതുപോലെ തന്നെയാണ് പാരന്റിങ്ങിനെ കുറിച്ചിട്ടും നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു കുട്ടീനെ നർച്ചർ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനൊന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കിയതൊന്നും ഒന്നും അല്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. എൻ്റെ കുട്ടികളുടെ പാരൻസിന് കുറെയൊക്കെ എങ്ങനെ കുട്ടികളെ കണ്ടോണം കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ഞാൻ പറയാണ്, മക്കളെ രാവിലെ വിളിച്ചുണർത്തുന്നത് മുതൽ നിങ്ങൾ നിങ്ങളെ ക്ലിയർ ചെയ്യാൻ, പുറത്തെ ലോകം എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ അകത്തെ ലോകം നിങ്ങൾ ക്ലിയർ ആക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തെ ലോകവും ക്ലിയർ ആവും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ സെൽഫിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മൈൻഡിനെ കുറിച്ചിട്ടും 10 ടൂൾസിലൂടെയാണ് നമ്മൾ കടത്തി വിടേണ്ടത്. ഈ 10 ടൂൾസിലൂടെ നമ്മൾ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതൊന്നും അല്ലായിരുന്നു ഞാൻ, നിന്റെ ഇത്രയും കാലം ഞാൻ വെറുതെ വേസ്റ്റ് ആക്കി എന്നുള്ള തോട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിനെ കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാവുക. അത് മാത്രമല്ല, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആക്ഷൻ എടുത്ത് വർക്ക് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോ ഇന്നലത്തെ ദിവസം ആയിരിക്കില്ല ഇന്ന് നിങ്ങളത്. കാരണം ചെയ്തവർക്ക് കേട്ടോ, വെറുതെ ഇവിടെ വന്നിരുന്ന് കേട്ടു പോകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചേഞ്ച് വരൂല. പക്ഷെ നമ്മൾ നമ്മളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിറാക്കിൾ സംഭവിക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എഴുതി വെക്കുന്നതുകൊണ്ടല്ല കാര്യം. ആക്ഷൻ എടുത്ത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ എഴുതി വെച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആദ്യം നമ്മളെ ക്ലിയർ ചെയ്യണം. നമ്മൾ ക്ലെൻസ് ചെയ്ത് വന്ന് ക്ലിയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ വല്ലാണ്ട് തെറ്റുകളൊന്നും ഉണ്ടാവില്ല. ഉള്ളതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും പുറത്തു കൊടുക്കാനും വിട്ടുകൊടുക്കാനുള്ള മനസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ ഒരാൾക്ക് അത് സിമ്പിൾ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോ അതിന് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവാം. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഓരോ കിട്ടി കുഞ്ഞു നമുക്ക് പതിയെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവാം. പ്രശ്നങ്ങൾ നമ്മളിൽ വരുമ്പോൾ ആ പ്രശ്നത്തിന്, ഞാൻ കഴിഞ്ഞ 2 സെഷനിൽ പറഞ്ഞ പ്രശ്നത്തിന്റെ അകത്ത് പെട്ടിട്ട് നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് അതിന്ന് തിരിഞ്ഞു പോരണമെങ്കിൽ ഭയങ്കര പ്രയാസീകാരം. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുക. ഇതെന്തുകൊണ്ടാണ് എനിക്ക് വന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്ത വരും. ഇത് എന്തുകൊണ്ടാണ് എനിക്ക് വന്നത് എന്നുള്ള ചിന്ത നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കാര്യങ്ങളോടാണെന്നുള്ള ക്ലിയർ കിട്ടും. അപ്പൊ നമ്മൾ ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ടും ഓരോ മണിക്കൂറിലും നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഇതുവരെ ചിന്തിച്ചത് എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഓക്കെ, ചെയ്ത് നോക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഞാൻ പോകുന്നത് ഈ റൂട്ടിലൂടെയാണ്, ഇങ്ങനെയല്ല പോകേണ്ടത്, ഇതിൽ നിന്നും എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ക്ലെൻസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ ഇങ്ങനെ ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങും. നമ്മളെ തോട്ട്സ് പതിയെ നമ്മുടെ കൺട്രോളിൽ ആയി തുടങ്ങും എന്നുള്ളതാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. പല കാര്യത്തിലും തളർത്താനും അത് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്ത്, നിങ്ങളുടെ ഫോക്കസ് പോകരുത്. നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ അകത്തേക്കാണ് പോകേണ്ടത്. ഞാൻ എന്ന വ്യക്തി എന്തായിരിക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ളവരെ വെറുപ്പിക്കണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത് അല്ല. അങ്ങനെ ആയ ഒരാൾക്കും ശരിയായ അലൈൻമെന്റിലാവാൻ പറ്റൂല. ശരിയായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ പറ്റൂല. ശരിയായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ പറ്റണോ എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആ നല്ലൊരു വെർഷൻ ഉണ്ടല്ലോ, അത് ആദ്യം മനസ്സിലാക്കാൻ പറ്റണം. അതെന്താണ് എന്നുള്ളത് നമ്മുടെ ഉള്ളിലെ നമ്മളെപ്പോഴും പറയാം, ഹൃദയം വിശാലമാക്കി തരണേ, ഹൃദയം വിശാലമാക്കി തരാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. നമ്മളിങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഹൃദയം വിശാലമാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ അതിന് പണിയെടുക്കണം. ഞാൻ പണിയെടുക്കാനുള്ള ടൂൾസ് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ആദ്യം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കൊണ്ടിരിക്കുക. ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും, ഈ ശ്വാസം പോലും എന്താണ്, പ്രകൃതിയുമായിട്ടുള്ള ഒരു ഇതാണ്. നമ്മളും നമ്മുടെ പ്രകൃതിയും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. നമ്മൾ ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന പുറത്തേക്ക് വിടുന്ന ഇതൊക്കെ ആരാണ് നമുക്ക് ചെയ്തു തരുന്നത്? നമ്മളാണോ? നമ്മുടെ കൺട്രോളിലാണോ? അല്ല, ഇതെല്ലാം സൃഷ്ടാവിന്റെ കൺട്രോളിലാണ്. ഒരു നിമിഷം അപ്പൊ ഏത് സമയത്തും നമ്മുടെ ഉള്ളിൽ എന്ത് വേണം, ഈ റബ്ബന എന്നുള്ള ഒരു മിക്ക പ്രാർത്ഥനയുടെയും ഫസ്റ്റ് എന്താ വരുന്നത്, റബ്ബന എന്ന്. അപ്പൊ നമ്മളെപ്പോഴും ഈ റബ്ബനയിൽ അങ്ങോട്ട് ആയിക്കൊള്ളണം. ഏത് സമയത്തും ദൈവം എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത്, ദൈവത്തിൽ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ആ ഒരു ഇത് വരണം. ഇല്ല, എല്ലാ സംഭവങ്ങളും ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിലൂടെയാണ്. അപ്പോ ആ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. റബ്ബന യാ റബ്ബന, ഇത് നമ്മുടെ ഉള്ളിൽ
എപ്പോഴും നിലനിർത്തേണ്ട ഒരു സംഭവമാണ്. കാരണം എൻ്റെ രക്ഷിതാവ്, മക്കളുടെ കാര്യത്തിൽ പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മക്കളുടെ കാര്യത്തിലും നിങ്ങളൊന്ന് എടുത്തു നോക്കി, അവരുടെ രക്ഷിതാവാണ് നമ്മള്, അല്ലേ? ഏ റബ്ബന നമ്മുടെ രക്ഷിതാവ് ആരാ? നമ്മളെപ്പോഴും രക്ഷിതാവ്, എന്റെ രക്ഷിതാവേ എന്ന് പറയുന്ന രക്ഷിതാവ് അവിടെ ഉണ്ടാവും, പക്ഷെ കൂടുതലും എന്റെ രക്ഷിതാവേ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഏ ദൈവത്തിനാണല്ലേ, റബ്ബിനാണല്ലേ. അപ്പോ ഈ കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ആരെയാണ്? നമ്മളിലൂടെ. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഏ റബ്ബിനെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്, ആണല്ലോ. അപ്പോ നമ്മൾ ഏത് രീതിയിലാണോ, നല്ല രീതിയിലാണോ റബ്ബിനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്, ദേഷ്യത്തിന്റെയും വെറുപ്പിന്റെയും ഭാഷയിലാണോ റബ്ബിനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ലേ കുട്ടികളുടെ കേസില്? കാരണം 7 വയസ്സ് വരെ അവരെന്ത് ചെയ്യാണ്? ഓരോ കാര്യങ്ങളും നമ്മളെ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒപ്പിയെടുക്കുന്ന ഒരാള് അവര് എന്റെ രക്ഷിതാവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങള് എന്ത് കൊടുക്കുന്നു, രക്ഷിതാവിൽ നിന്നും എന്താണോ അവർക്ക് കിട്ടുന്നത് ആ രീതിയിൽ തന്നെയല്ലേ അവര് അവരുടെ രക്ഷിതാവിനെയും കാണാം. എന്തുകൊണ്ടാ കുട്ടികൾക്ക് റിലീജിയനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ കൂടുതൽ ഡിപ്രഷൻ വരുന്നത്? അതുകൊണ്ടാ. തട്ടിടാനായാലും എന്തിന്റെ പ്രശ്നത്തിലായാലും കൂടുതലായിട്ട് പറയുമ്പോൾ മക്കൾക്ക്, ചില കുട്ടികൾക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇന്നത്തെ കാലത്ത്. അതെന്തുകൊണ്ടാ? ശരിയായ രീതിയിൽ റബ്ബിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയായ രീതിയിൽ റബ്ബിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആരിലൂടെ ആയിരിക്കണം അത്? നമ്മള് മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. മാതാവിൽ നിന്നും ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യണം. ആ ക്ലിയർ ചെയ്ത് കൊടുക്കുക. പലപ്പോഴും ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാല്, സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് ഇപ്പോഴത്തെ കുട്ടികൾ, ന്യൂ ജനറേഷൻ പിള്ളേർ ഒരു കഥയാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒക്കെ ഉത്തരവാദി ആരാണ്? പാരൻസ് ആണ്. ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, ഇന്നത്തെ ടീച്ചർ ഒന്നും പഠിപ്പിക്കൂല, അതാണ് ഇതാണെന്നൊക്കെ പലരും പറയാറുണ്ട്. കുട്ടികൾ ഫുൾ കുതിരകളിയാണ്, നല്ലതൊന്നും അവർ മനസ്സിലാക്കണില്ല എന്നുള്ള രീതിയിലൊക്കെ പരാതി വരാറുണ്ട്. പക്ഷെ അതോടൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് ആരെയാണ്? പാരൻസിനെയാണ്. പാരൻസ് സെറ്റ് പാരൻസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരന്റിൽ നിന്നും കിട്ടേണ്ട ആ സ്നേഹവും ലവും കെയറും എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും കുട്ടികളില് അതുണ്ടാവും. ആ ഒരു സ്നേഹത്തിന്റെ ഭാഷ മാത്രമേ അവർക്കും ഉണ്ടാവുള്ളൂ. അങ്ങനെ ആവുമ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യാനും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഉൾക്കൊള്ളാനൊക്കെ പറ്റും. അപ്പോഴാണ് അവർ കൊടുക്കുന്ന അറിവ്, ശരിയായ ഗുരുവിന്റെ അടുത്ത് എത്തിയിട്ട് കിട്ടുന്ന അറിവ് ക്ലിയർ ആവുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഇപ്പൊ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നിട്ടാണ് അവർ ഗുരുവിന്റെ അടുത്ത് നമ്മൾ കൊണ്ട് ഏൽപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് മിസ്സായി പോകും. പക്ഷെ പലപ്പോഴായിട്ട് ടീച്ചേഴ്സ് മാതാവിന്റെയും പിതാവിന്റെയും റോൾ എടുത്തിട്ട് ആ ലെവലും കൂടെ പല കാര്യങ്ങളും കുട്ടികൾ തുറന്നു പറയാറുള്ളത് ടീച്ചേഴ്സിന്റെ അടുത്താ. അവർക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അവിടെ തുറന്നു പറയുന്നത് എന്നുള്ളതാ. ആ സ്പേസ് നമ്മൾ തന്നെ അവർക്ക് കൊടുക്കുക. നമ്മൾക്ക് നമ്മുടെ ഉള്ളില് പല നെഗറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാം, ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മഴ കൊള്ളുന്നത്. അത് എന്തുകൊണ്ടാണ് നമുക്ക് പ്രോഗ്രാം ആയത്? അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പനി വരുന്നത് മഴ കൊണ്ട് കഴിഞ്ഞാല്. നമ്മുടെ ഉള്ളിൽ കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് നമ്മൾ പ്രോഗ്രാമായി കിടക്കുന്നതുകൊണ്ടാണ് പല സമയത്തും നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മൾ അറിയാണ്ട് നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ റീപ്രോഗ്രാമിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റീപ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാം, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ പല പല ഐഡിയാസ് ഇൻറ്റ്യൂഷൻ ആയിട്ട് വരും. ഇന്ന രീതിയിൽ പോ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാരന്റിങ്ങിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക. കാരണം നമുക്ക് കിട്ടിയ പാരന്റിങ് അല്ല അവർക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾക്കറിയാലോ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. സ്നേഹത്തിന്റെ ഭാഷയിലും തലോടലിന്റെ ഭാഷയിലും അങ്ങനെ അവരൊന്നും നല്ല ഒരു വേണ്ടാത്തരത്തേക്ക് മക്കൾ പോവില്ല. നമ്മളും എന്ത് ചെയ്യുക, നമ്മളെ മാക്സിമം ക്ലിയർ ചെയ്ത് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരിക. കാരണം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചെറിയ പിള്ളേര് എന്ത് കഴിഞ്ഞാലും ദേഷ്യപ്പെട്ടാലും എന്ത് പറഞ്ഞാലും കുറച്ച് സമയം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള വഴിക്ക് പോകും. അതുപോലെ നമ്മളിലും നമ്മുടെ കുട്ടിത്തം എപ്പോഴും നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും.
കാരണം ഇപ്പൊ ഒരു പരിധി വരെ ആയിരിക്കും നമ്മളായാലും കുട്ടികൾ കുറച്ച് ഉണ്ടാവുമ്പോൾ നമ്മൾ പറയും വലിയ കുട്ടിയായിക്കണം പറഞ്ഞ് നമ്മൾ തന്നെയാണ് അവർക്ക് ഇട്ട് കൊടുക്കുക ഞാൻ വലിയ കുട്ടിയായി എന്നുള്ളത്. വലിയ കുട്ടിയായിക്കുന്നു വലിയ കുട്ടിയായിക്കുന്നു എത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ അതിനനുസരിച്ച് അവര് വിചാരിക്കും ഞാൻ എന്തോ വലിയ റോള് ഏറ്റെടുത്തു. അവിടെ മുതലാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നത്, ഞാൻ വലിയ ആളായി എന്നുള്ള ഇത് വരുന്നത്. കുട്ടിത്വം എന്ന് പറയുന്നതും കുട്ടിയായിട്ട് ഇരിക്കുക എന്ന് പറയുന്നതും അവിടെ മുതൽ കട്ടായിട്ട് ഇവർ വലിയ ആളായി എന്നുള്ള തോന്നൽ വരും. അതിനനുസരിച്ച് ഇവർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതന്നെയാണ് നമ്മളിലും വന്നിട്ട് നമ്മൾ പല റോളും ഏറ്റെടുത്തു കല്യാണം കഴിഞ്ഞപ്പോൾ പാരന്റ് ആയപ്പോൾ. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ വലിയ വലിയ ആളുകളായപ്പോൾ പല റോളും ഏറ്റെടുത്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ കുട്ടി എല്ലാവരുടെ ഉള്ളിലും ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്. ആ ഇന്നർ ചൈൽഡിനെ നമ്മൾ മനസ്സിലാക്കാണ്ട് പോയത് കൊണ്ടാണ്, നമ്മുടെ ഉള്ളിലെ കുട്ടിത്തം നമ്മൾ നിലനിർത്താതെ പോയത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും മിസ്സായി പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കുട്ടികളുടെ കൂടെ കളിക്കാനും അവരുടെ കൂടെ ക്വാളിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, വലിയ ആളായി എന്നുള്ളത് കുട്ടികളുടെ അടുത്ത് പറയല് നിർത്തുക. അവര് ആ കുട്ടിത്തം നിലനിർത്താൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും നിങ്ങൾ ഇപ്പൊ കൂറേനെ കണ്ടു അല്ലെങ്കിൽ ഒരു ഇതിനെ കണ്ടപ്പോ നമുക്ക് പേടി വരുന്ന എന്തുകൊണ്ടാ, പേടി നമ്മൾ അറിയാണ്ട് ചാടിപ്പോവും എന്ന് പറഞ്ഞിട്ട് ചാടിപ്പോവും. അത് എന്തുകൊണ്ടാ, നമ്മുടെ ഉള്ളിൽ കൂറ എന്തെങ്കിലും ആരെങ്കിലും കാട്ടിയിട്ടുണ്ടാ, പല്ലി ആരെങ്കിലും കാട്ടിയിട്ടുണ്ടാ, പക്ഷെ നമ്മൾ ചാടുന്നുണ്ട്. അത് എന്തുകൊണ്ടാ, നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളില് പ്രോഗ്രാമായി കിടക്കുന്നതാണ് ഇന്ന സാധനത്തിനെ കണ്ടാൽ നമ്മൾ പേടിക്കണം എന്നുള്ളത്. ഇതൊക്കെ എവിടുന്നാ കിട്ടിയത് നമ്മള് കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയ പാരന്റിങ്ങിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മളിൽ പ്രോഗ്രാം ആയി കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് തുടങ്ങാം നിങ്ങളിൽ മാറ്റാന്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചെടുക്കും. ഒരു കാര്യം നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം വെച്ചാൽ നന്നായിട്ട് ഡ്രീം ചെയ്യണം. 4-5 കാര്യങ്ങളിലൂടെയാണ് ഒരു കാര്യം നമ്മൾ നേടിയെടുക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അത് ഡ്രീം ചെയ്യണം. നമ്മൾ സ്വപ്നങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. പ്ലാൻ ചെയ്തിട്ട് അത് നമ്മൾ വിശ്വസിക്കണം, കിട്ടും എന്നുള്ള വിശ്വാസം നമുക്ക് വേണം. എന്നിട്ടാണ് ആക്ഷൻ എടുത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുക, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, മൈൻഡിനെ കുറിച്ചിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അകത്തെ ലോകത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ അകത്തെ ലോകത്ത് സഞ്ചരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് അപ്പം എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടിയതിനൊക്കെ നന്ദി പറയാനും വിട്ടുകൊടുക്കാനും പുറത്തു കൊടുക്കാനും ഒക്കെ ഉള്ള മനസ്സ് വരും. അങ്ങനെ മനസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യൂല, നമ്മുടെ ചുറ്റുപാടിലുള്ള ആരെന്ത് ഇതായാലും നമുക്കൊരു ബുദ്ധിമുട്ട് വരും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എനിക്ക് നല്ലോണം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ വീട്ടിലെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ സമ്മതിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാ പറയാൻ വരുന്നത്, നമ്മുടെ ഉള്ളില് പല കാര്യങ്ങൾ കൊണ്ടും ബ്ലോക്ക് വന്ന് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാണ്ട് അതിലൊരു ഒരു സംഭവം ഒരു റൂൾ മാത്രമേ അവരായുള്ളൂ എന്നുള്ളതാ. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് ക്ലിയർ ചെയ്ത് നമ്മളെ ക്ലെൻസ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, നമ്മുടെ അകത്തെ ലോകം ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവരാരും ഒരു തടസ്സാവൂല. നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. അപ്പൊ ഒന്ന് അത് ചെയ്യട്ടെ, ഓക്കെ എന്നുള്ള ലെവലിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. മൈൻഡ് റീ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് PMൽ കണക്ട് ചെയ്യാം. ഒരു മെന്റർ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സെൽഫിലാണ്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് ടൈം ആയാലും മണി ആയാലും ഒക്കെ പൈസ ആയാലും ഒക്കെ അത് എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണോ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് നമുക്ക് കിട്ടും. അല്ല നമ്മൾ മറ്റു കാര്യങ്ങളിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും അത്ര ഇതുണ്ടായിക്കൊള്ളണമെന്നില്ല. പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സങ്കടങ്ങളും കാര്യങ്ങളും തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ കണ്ടെത്തുക. ഓരോ സമയവും നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അകത്തെ ലോകത്തെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അകത്തെ ലോകത്തെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുപാടുള്ളവർ നമ്മൾ പോലും അറിയാണ്ട് എന്താവും, നമുക്ക് ഓരോ കാര്യങ്ങളും ഓക്കെ അടിച്ച് തന്നോളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനും ഉണ്ടാക്കാനൊന്നും പോവണ്ട. കാരണം അതിനൊക്കെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്ന പല പ്രോഗ്രാംസും ആണ്. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള പല പ്രോഗ്രാംസ് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതാക്കുക, ഒരാൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ
ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാല് അയാൾ നമുക്ക് ഇപ്പോൾ എല്ലാ സമയത്തും എന്താ പറയാ പല രീതിയിലും മറ്റുള്ളവരെ കുറ്റം പറയാ അങ്ങനെയൊക്കെയുള്ള ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിനെ കാണുമ്പോൾ ഏത് ഇമോഷനാ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ ചിന്ത വരുന്നത്, എന്താണ് അവരങ്ങനത്തെ ആളാണ്, വരുന്നുണ്ട് എന്ന് അവരുടെ ആ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തിനെ കാണുമ്പോൾ നമുക്ക് ആ ചിന്താഗതി വരുന്നത്. നമ്മൾ നല്ലൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അല്ല ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ദൈവത്തിന് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് അല്ലേ. എല്ലാരും ഇഷ്ടമാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? നമുക്ക് ക്ഷമിച്ചു തരാനുള്ള, എന്ത് ചെയ്തു കഴിഞ്ഞാലും, തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും മാപ്പാക്കാനുള്ള ഒരിത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ പുറത്ത് തരാം എന്നുള്ളത് തന്നതുകൊണ്ട് വേണം നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അത്രയും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാലേ ഓക്കെ, നമുക്ക് അയാളുടെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അയാളുടെ സാഹചര്യം കൊണ്ടായിരിക്കാം പല പ്രശ്നങ്ങളും പറഞ്ഞു പോകുന്നത്, ഉണ്ടാകുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അയാളിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അവിടെ മുതലാണ് നമ്മൾ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവരുടെ ഒക്കെ നെഗറ്റീവ് ഉണ്ടാവും. ആരും അത്ര എന്താ പറയാ തികഞ്ഞ ആൾക്കാരൊന്നുമല്ല, എല്ലാരിലും ഉണ്ടാവും. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സ്വയം തീരുമാനം എടുക്കുക. ഞാൻ എന്തായാലും ഇനി പഴയ കോലത്തിലേക്ക് പോകൂല. എനിക്ക് മൈൻഡിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും പാരന്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് തന്നെ അവസരങ്ങളുണ്ട്. ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടൊക്കെ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ 2-3 സെഷനായിട്ട് നിങ്ങൾ തന്നെ തുടർച്ചയായിട്ട് കയറുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ തുടർച്ചയായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും കാര്യം ഇവിടുന്ന് കിട്ടും, എന്തെങ്കിലും കാര്യം എനിക്ക് മനസ്സിലാക്കാനുണ്ട് എന്നുള്ള ഒറ്റ ഒരു ഇതുകൊണ്ടല്ല നിങ്ങൾ കയറുന്നത്. അതിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇത്രയും നേരം അരമണിക്കൂർ സംസാരിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് ചിലപ്പം കയറിയിട്ടുണ്ടാവും. അതിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിൽ വർക്ക് ചെയ്താൽ മതി നിങ്ങളിൽ മിറാക്കിൾ സംഭവിക്കാന്. ഇപ്പോ ഗൈഡിന്റെ ഒക്കെ ആയാലും 2-3-4 മണിക്കൂറൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് കയറുക. ആ കാര്യങ്ങളിലായിരിക്കും നമുക്ക് കൂടുതൽ ചിന്തിക്കാനുണ്ടാവുക. ആ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക. ചിലപ്പോ നമ്മൾ പറ്റടിക്ക് പോയിട്ടുണ്ടാവും. പരാജയങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് വന്ന് എന്തുകൊണ്ടാണ് നമുക്ക് പരാജയങ്ങൾ വരുന്നത്? നമ്മൾ താഴെ പോകുന്നത് എന്തുകൊണ്ടാ? നമ്മള് എന്തുകൊണ്ടാ? നമ്മൾ ഒന്നുകൂടെ സെറ്റ് ആവാനുണ്ട്, അതുകൊണ്ടാ. കാരണം പരാജയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത രീതിയിൽ എങ്ങനെ എനിക്ക് മുന്നേറണം എന്നുള്ളത് ചിന്തിക്കുള്ളൂ. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി തന്നെ ഫുള്ള് നല്ല രീതിയിൽ മാത്രം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അടുത്ത രീതി എന്താണ് എന്നുള്ളത് ചിന്തിക്കൂല. പക്ഷേ ഈ ലെവലിൽ പോണത് ജസ്റ്റ് ഒന്ന് താന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും. എന്താ ചിന്തിക്കുക? എനിക്ക് എങ്ങനെ രക്ഷപ്പെടണം, അടുത്ത ലെവൽ എന്താണ്, എനിക്ക് എവിടെയാണ് ഫാൾട്ട് പറ്റിയത്, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇത് ചിന്തിക്കുമ്പോഴാണ്, ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പോലെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇതല്ല, ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നാ ക്ലിയർ ആവും എന്നുള്ളത് മനസ്സിക്ക് വരുമ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോഴല്ലേ ക്ലിയർ ആവുക. അങ്ങനെയല്ല പല കാര്യങ്ങളും, പല ബിസിനസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത് എന്തുകൊണ്ടാ? എങ്ങനെയാ ഇറങ്ങിത്തിരിക്കുക? നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിനെ കുറിച്ചിട്ട് കുറേ നേരം കുറേ ചിന്തിച്ചിട്ടുണ്ടാവും. ചിന്തിക്കുക വെച്ചാൽ അത് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. സ്വപ്നം കണ്ടിട്ട് നമ്മളത് കിട്ടിയതായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവും. പല അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞങ്ങളോട് പറയണത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടീച്ചർ ആവണം, ഒരു ട്രെയിനർ ആവുന്നുള്ള 7ാം ക്ലാസ്സിന് സ്വപ്നം കാണൽ തുടങ്ങിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മളത് സ്വപ്നം കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യും, പിന്നെ പ്ലാൻ ചെയ്യും, എങ്ങനെ 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 പോകണം എന്നുള്ള പ്ലാനിങ് വരും. പിന്നെ അതിൽ നമ്മൾ കിട്ടും എന്നുള്ളത്, നമ്മളൊരു കാര്യം കിട്ടണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ എന്താ പറയാ നിങ്ങളിൽ വിശ്വാസം കൊടുത്തിട്ട്, നമ്മൾ അവനവനെ വിശ്വസിച്ചവനെ അവനെ വിശ്വസിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മളെ രണ്ട് ഇതാണ് ട്രൂ ആയിട്ടുള്ളത്. ഒന്ന് നമ്മളും ഒന്ന് ദൈവമാണല്ലോ. അതിൽ നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോ അവരവരെ വിശ്വസിച്ചവനെ അവരെ വിശ്വസിക്കുന്ന നമ്മളിൽ വിശ്വസിച്ച് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ നമുക്ക് തരും. ആഗ്രഹിക്കാനും നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവുന്ന. ആഗ്രഹം മാത്രം ഇട്ട് കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ അതിനെ വർക്ക് ചെയ്യുക കൂടെ വേണ്ടേ. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ശരിയായ അലൈൻമെന്റിൽ നമ്മൾ ആവണം, ശരിയായ രീതിയിൽ നമ്മൾ ആവണം. എങ്കിലേ നമുക്ക് അതെല്ലാം നമ്മളിലേക്ക് പെട്ടെന്ന് വരുള്ളൂ. അല്ലെങ്കിൽ
എന്താ ഉണ്ടാവുക, നമ്മൾ കുറേ ഗോൾസ് എഴുതി വെച്ച് കുറേ എന്താ പറയാ ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് വിഷ്വലൈസ് ഒക്കെ ചെയ്ത് ഇരുന്നോണ്ട് കാര്യമില്ല. നമ്മൾ നമ്മളെ ക്ലിയർ ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡിലും ഫോർഗീവ്നെസ്സിലും സെൽഫ് ലവും ഇന്നർ സെൽഫ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ നമ്മൾ കയറി ഇറങ്ങി നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ് എന്നുള്ളതും നമ്മുടെ മൈൻഡ് എന്താണ് എന്നുള്ളതും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുത്താൽ അതൊക്കെ ഒരു തോട്ടം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഇന്ന രീതിയിൽ നീ പൊയ്ക്കോ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്താ ഇൻറ്റ്യൂഷൻ ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക. ഇനി മാക്സിമം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പോസിറ്റീവായിട്ട് ഇരിക്കുക മീൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നെഗറ്റീവ് ചിന്തകൾ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ ഞാൻ തരണം ചെയ്യും, ഇത്രയും നേരം ഞാൻ എന്തായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴും ഇതുവരെയുള്ള തോട്ട്സ് എന്തായിരുന്നു എന്നുള്ളത്, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഡ്രീം ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് അതിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, പ്ലാൻ ചെയ്തിട്ട് അത് കിട്ടും, അത് നടക്കുമെന്ന് ആദ്യം വിശ്വസിച്ച് കഴിഞ്ഞാലിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ആക്ഷൻ എടുക്കുക. ഇതെന്തായാലും നടക്കും എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുക. അല്ലാണ്ട് ഇത് നടക്കുമോ, ഇത് സെൽഫിൽ ഡൗട്ടൊക്കെ വരുന്നത് എന്തുകൊണ്ടാ, സെൽഫ് ലവ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സെൽഫിൽ ഡൗട്ട് വരുന്നത്. നമ്മുടെ മൈൻഡ് നമ്മളെ പറ്റിക്കോ എന്നുള്ള തോന്നൽ വരുന്നത് നമ്മൾ നമ്മുടെ മൈൻഡിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടും മൈൻഡിനെ കുറിച്ചിട്ട് ശരിയായ രീതിയിലുള്ള അറിവ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടുമാണ്. അപ്പൊ നമ്മൾ ഓരോ കിട്ടുന്ന അറിവിൽ വെച്ചിട്ട് നമ്മളെ മാക്സിമം നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് ക്ലിയർ ആവുകയും നമ്മൾ ഗ്രോ ചെയ്യാൻ നമ്മൾ വളരുകയും ചെയ്യും. പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഇപ്പൊ ഉള്ളതിനേക്കാളും നമ്മൾ ചെറിയ രീതിയിലെങ്കിൽ നമ്മൾ ഒന്ന് ഉയരങ്ങളിൽ എത്തും. നമ്മളെ സെൽഫിൽ നമ്മൾ പുറത്ത് ലോകം എന്തോ ആയിക്കോട്ടെ അതൊക്കൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ അകത്തെ ലോകത്തേക്ക് പ്രവേശിക്കുക, അവനവനെ അറിയാൻ ശ്രമിക്കുക. നമ്മുടെ അകത്തെ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ സൃഷ്ടാവ് കാണും. നമ്മുടെ സൃഷ്ടാവ് നമ്മളെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളെ തന്നെ പറഞ്ഞു തരുകയും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ പതിയെ നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഫോളോവേഴ്സ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കുറച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് കിട്ടുന്ന കുഞ്ഞു അറിവുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഇങ്ങനെ ലൈവിൽ കേട്ട് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒന്നും കിട്ടും. നിങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കേട്ട് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ അതിനൊക്കെ തയ്യാറായിട്ട് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇന്നലത്തെ പോലെ ആയിരിക്കില്ല ഇന്ന് അതിൽ വർക്ക് ചെയ്തവർക്ക്. പല കാര്യം നിങ്ങൾക്ക് തന്നെ ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ ആയിരിക്കും. നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം നിങ്ങൾ ഗ്രൂപ്പുകളിൽ അറിയിച്ചാൽ മതി. കുറച്ച് പേര് PM വന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ അറിയിക്കുക. കാരണം ഇതിൽ നിന്നും ഇതെന്താണ്, ഇന്നലെ ഇപ്പൊ ഞാൻ ഇങ്ങനെ അഡ്മിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ബാച്ചിക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡാഫോഡിൽസ് വായിക്കാനും എഴുതാനും പ്രയാസപ്പെടുന്ന കുട്ടികൾക്കും, അതുപോലെ തന്നെ ബേസിക് ക്ലാസ് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊക്കെ. ഇതിലൊക്കെ മെയിനായിട്ട് ഞാൻ പാരന്റ്സിനുമാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം അവരുടെ കൂടെ ഇരിക്കുന്ന അതിനനുസരിച്ച് തന്നെ കുട്ടികളിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അഡ്മിഷൻ തുടങ്ങി ഞാൻ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാരന്റിന്റെ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കാറുണ്ട്, കാണാം ഇല്ല അതെന്താ ഇങ്ങനെ വോയിസ് ഒക്കെ കാണാം എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അത് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തോട്ടെ. ഓക്കെ പറഞ്ഞു, ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുറേ ഇങ്ങനെ കാര്യങ്ങൾ അറിയണം എന്നുള്ളൊരു തോന്നൽ വരും. നമ്മൾ ഇന്നൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം ഇതെന്താ എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെയാണ് ഞാൻ ഏഡിയൻ ടീമിൽ എത്തുന്നതും ഗൈഡിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും ഒക്കെ. 2023 ലാസ്റ്റിൽ സജീവനായിട്ട് ഒരു ക്ലാസ് കാണാൻ പോയതാ. ഹസ്ബൻഡ് അതിന്റെ മുമ്പ് പോയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എറണാകുളത്ത് പോയപ്പോൾ അപ്പോഴാണ് ഞാൻ മൈൻഡിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ അതുവരെയൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന്. 2023 നവംബർ 25 തോന്നുന്നുണ്ട്, 25 ആ സമയത്ത് ഏതോ ആ ഒരൊറ്റ ക്ലാസ്സിൽ പങ്കെടുത്തതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ആകെ ചേഞ്ച് വന്നത് എന്നുള്ളതാണ്. കാരണം അപ്പോഴാണ് ഞാൻ അവനവനെ അറിയാൻ തുടങ്ങിയത്, എന്നെ അറിയാൻ തുടങ്ങിയത്. ഞാൻ പക്ക ക്ലിയർ ആയിക്കുന്നല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ക്ലിയർ ചെയ്യാനും മനസ്സിലാക്കാനും
അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കി തുടങ്ങിയ നമ്മുടെ ഉള്ളിൽ നിന്നും സ്നേഹം മാത്രമേ ഒഴുകുള്ളൂ, സന്തോഷം മാത്രമേ ഒഴുകുള്ളൂ. എന്ത് വന്നു കഴിഞ്ഞാലും അവയ്ക്കൊന്നും നമ്മൾ പോവില്ല. അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ഡൗൺ ആവും, എല്ലാ കാര്യങ്ങളിലും ഡൗൺ ആവും. പക്ഷേ അതവിടെ ഡൗൺ ആയി അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ എന്താ ചെയ്യുക എന്നുള്ള തോട്ടൊന്നും നമുക്ക് വരൂല. അത് നമ്മൾ ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ പരീക്ഷിക്കാനുള്ള ഒരു സമയമാണ്, ഇതിൽ നിന്ന് എനിക്ക് അടുത്ത് കരുത്തോട് കൂടിയിട്ട് വിജയിക്കാനുള്ള ഒരു സമയമാണ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനെ തോട്ട് വരും. അതിന് കുറച്ചാണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മൾ വിചാരിക്കുന്നേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ആയി തീരാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ ഈ കോച്ചിങ് പ്രോഗ്രാമിന് പോയ തലേ ദിവസമാണ് എനിക്ക് ടൈഫോയിഡ് വന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. എന്താന്ന് പറഞ്ഞറിയോ? ഒരിക്കലും പോകാൻ പറ്റൂല, പോയി കഴിഞ്ഞാല് എന്താവും എന്നുള്ളത് പറയാനേ പറ്റൂല എന്ന് പറഞ്ഞു. വീട്ടുകാർ എല്ലാവരും എൻ്റെ അടുത്ത് പോകാൻ പറ്റൂല എന്നുള്ളത് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ രക്ഷിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഞാനത് ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറിയിട്ട് അപ്പുറത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളെടുത്ത് പോയിട്ട് വീണ്ടും എനിക്ക് ഇങ്ങനെ പോകണമെന്ന് പറയാൻ പറ്റൂലല്ലോ. ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് മാറിയിട്ട് അപ്പുറത്തെ ഡോക്ടറെ അടുത്ത് പോയി, വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞ ഇതിന്റെ സ്വപ്നമാണ്, ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയ സ്വപ്നമല്ല, വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നമാണ്. ഇത് എനിക്ക് കിട്ടണോ എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ആക്ഷൻ എടുത്ത് വർക്ക് ചെയ്താലേ എനിക്കിത് കിട്ടുള്ളൂ. ഇത് ടാബ്ലറ്റിക്ക് മാറ്റി തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിന് പോവായിരുന്നു എന്നാണ് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ്. സീരിയസ് ആണ് മോളെ എന്ന്. പക്ഷേ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. വാപ്പായാലും ഹസ്ബൻഡ് ആയാലും ഒക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഇത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് വേണ്ട മോളെന്ന്. പക്ഷെ എനിക്കത് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്കത് അവിടെ ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ. എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ രക്ഷിക്കും എന്നുള്ള ഒറ്റ കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോയി വരുന്ന